റെഫോർമേഷന് ലോകമെമ്പാടും പല രീതിയിലുള്ള ഇമ്പാക്റ്റ് ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എൻ്റെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള സമയത്ത് ഞാനൊരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആളായതുകൊണ്ട് റെഫോർമേഷൻ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയെ ഇമ്പാക്റ്റ് ചെയ്തുള്ളത് എന്നുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ ശ്രമം. 1904, 1905 കാലഘട്ടത്തിൽ മാക്സ് വെബർ എന്നൊരു പ്രമുഖ സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു: ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ ക്യാപിറ്റലിസത്തിൻ്റെ വിത്ത് പാകാൻ ഉതകുന്ന രീതിയിലുള്ള നിലം റെഡിയാക്കി കൊടുത്തത് പ്രൊട്ടസ്റ്റൻ്റ് റെഫോർമേഷൻ ഐഡിയ ആയിരുന്നു. അപ്പോൾ എന്താണ് മോഡേൺ ക്യാപിറ്റലിസം? നമ്മളിന്ന് ജീവിക്കുന്ന മാർക്കറ്റ് എക്കോണമി ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. നമ്മുടെ ഭാരതവും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. ക്യാപിറ്റലിസത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്കോണമി സിസ്റ്റമാണ് കമ്മ്യൂണിസം. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന് സംഭവിക്കുന്നത് ആര് എന്ത് സൃഷ്ടിക്കണം, ആര് എന്തുണ്ടാക്കണം, ആര് എന്ത് വിൽക്കണം, എങ്ങനെ വിൽക്കണം, ഏത് വിലയ്ക്ക് വിൽക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിന്ന് തീരുമാനിക്കാം, ഇന്ന് ലുലു പോകണോ നെസ്റ്റോയിൽ പോകണോ. നാളെ ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ വേറൊരു കമ്പനി തുടങ്ങുകയാണ്, ഇവരുടെ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ അവർക്കത് തുടങ്ങാം. ആ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ വ്യക്തികൾക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും മികച്ച ഗുണം എന്നുള്ളത് എവിടെ മാർക്കറ്റിൽ നീഡ് ഉണ്ടെങ്കിലും ഇന്നോവേറ്റ് ചെയ്യാം, എഫിഷ്യൻ്റ് ആകാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, കൂടുതൽ സാധനങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കൈവശം എല്ലാം ഫോണുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി നമ്മുടെ കൈവശം വന്നത്? കാരണം എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചു, എല്ലാവരും മാർക്കറ്റിൽ നീഡ് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ നേച്ചർ. അതുകൊണ്ട് തന്നെയാണ് 1990 ശേഷം 1 ബില്യൺ ആൾക്കാരെ അതികഠിന ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുവാൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സ്ട്രക്ചറിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഫോർമേഷൻ ഇറയിലേക്ക് വരാം. ഈ റെഫോർമേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വൽ പ്രൊഫഷൻസ്, അതായത് സന്യാസിയാവുക, മൊനാസ്ട്രിയിൽ പോവുക എന്ന് തുടങ്ങിയ സ്പിരിച്വൽ പ്രൊഫഷൻസിനെയാണ് അന്നത്തെ സമൂഹം ഉയർത്തി കണ്ടിരുന്നത്. പക്ഷേ മാർട്ടിൻ ലൂതർ കടന്നു വരുന്നതിലൂടെ സ്പിരിച്വലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സെക്യുലർ ആയിട്ടുള്ള പ്രൊഫഷൻസ് ഒരേ തട്ടിലേക്ക് ഉയർത്തി. കാരണം നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മുടെ സാൽവേഷനെ ബാധിക്കുന്നില്ല. സോ സാൽവേഷൻ ഈസ് എ പേഴ്സണൽ മാറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് ഒരു സന്യാസി വ്രതം എടുത്തൊരു പുരോഹിതനായാലും നിങ്ങളൊരു ഓൺട്രപ്രണർ ആയാലും മാർട്ടിൻ ലൂതറിൻ്റെ പ്രൊട്ടസ്റ്റന്റ് റെഫോർമേഷൻ ഐഡിയയിലൂടെ ഇത് രണ്ടും ഒരേ തട്ടിൽ വന്നു. ഇതിനുശേഷം ജോൺ കാൽവിൻ തൻ്റെ കാൽവിനിസം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു റെവല്യൂഷണറി, അന്നത്തെ ഒരു റെവല്യൂഷണറി ചിന്തയായിട്ടുണ്ടായിരുന്നു പ്രീ ഡെസ്റ്റിനേഷൻ. നമുക്കറിയാം, മുൻനിർണ്ണയം. സോ പ്രീ ഡെസ്റ്റിനേഷൻ അദ്ദേഹം പറഞ്ഞത് വചനാടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒബിയസ്ലി ദിൽ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രീ ഡെസ്റ്റിനേഷൻ, കാൽവിനിസ്റ്റിക് ഒരു ഹൈപ്പർ പ്രീ ഡെസ്റ്റിനേഷൻ വ്യൂ അനുസരിച്ച് ദൈവം ചിലരെ നിത്യജീവനിലേക്ക് പ്രീഡെസ്റ്റിൻ ചെയ്ത് വെച്ചിരിക്കുന്നു, മുൻനിർണ്ണയം ചെയ്തിരിക്കുന്നു. ദൈവം മറ്റു ചിലരെ നരകത്തിലേക്ക് പ്രീഡെസ്റ്റിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ സെലക്ഷൻ പ്രോസസ്സ് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്കറിയത്തില്ല നമ്മൾ നിത്യജീവനിലേക്കാണോ അതോ നിത്യ നരകത്തിലേക്കാണോ പോകുന്നതെന്നുള്ളത്. ഇതാണ് കാൽവിനിസം അല്ലെങ്കിൽ റിഫോം പ്രൊട്ടസ്റ്റൻസിൻ്റെ കാതലായിരുന്ന ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ അന്ന് കടന്നു വരുന്ന പ്രൊട്ടസ്റ്റൻസ് ഈ ഒരു ആശയം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ഒരു അനിശ്ചിതത്വം. അവർ നിത്യമായി സ്വർഗത്തിലേക്ക് പോവുകയാണോ അതോ നിത്യമായി നരകത്തിലേക്ക് പോവുകയാണോ? അവർക്ക് അവരുടെ പ്രവൃത്തികളാൽ രക്ഷ കൈവരിക്കാൻ സാധിക്കത്തില്ല എന്ന് കാൽവിൻ പറഞ്ഞു. സോ അവർക്കറിയത്തില്ല അവർ ഏത് ദിശയിലോട്ടാണ് ഗമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മാക്സ് വെബർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ സമൂഹത്തിൽ അന്നത്തെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളുടെ ഇടയിൽ ഒരു ചിന്ത വന്നു. യെസ്, നമ്മൾ ജീവിച്ച് കാണിക്കുന്ന ജീവിതം നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ അതോ നിത്യനരകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്നതിൻ്റെ ഫലമായിട്ട് മാറും. സോ നിങ്ങൾ നിത്യജീവനിലേക്ക് എലക്റ്റ് ആണെങ്കിൽ യു വിൽ ഷോ സൈൻസ് ഓഫ് ബീങ് പാർട്ട് ഓഫ് ദ എലക്ട്. നിങ്ങൾ നിത്യനരകത്തിലേക്ക് ഡെസിഗ്നേറ്റഡ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ രീതിയിലുള്ള ഫലങ്ങൾ കാണും. അപ്പോൾ ഈ ചിന്ത വന്ന റിഫോംഡ് ബിലീവേഴ്സ് എന്ത് ചെയ്തു? അവരവരുടെ ജീവിതത്തെ ഒരു കാര്യം ചിന്തിച്ചു. ഓക്കെ, ലെറ്റ് മീ ലിവ് ഔട്ട് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എലക്റ്റ് ആയ ഒരാളെന്നോണം എൻ്റെ ജീവിതത്തെ അതിൻ്റെ ഫലങ്ങൾ കായ്ക്കുവാൻ ശ്രമിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ മാക്സ് വെബർ അത് നോക്കിയിട്ട് പറയുന്നു, അവരവരുടെ ജീവിതത്തെ നോക്കി വളരെ ലളിതമായിട്ട് ലെഷറിനും എൻജോയ്മെൻറ്റിനും വേണ്ടി കാര്യങ്ങളെ നോക്കി കാണാതെ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവനാമം മഹത്വപ്പെടുവാൻ, എല്ലാ കാര്യത്തിലും ദൈവനാമം പൂഴ്ത്തുവാൻ, എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ സ്പഷ്ടമായ ഹിതം അന്വർത്ഥമാക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കാൻ തുടങ്ങി. ഇതിലൂടെ അന്നത്തെ സമൂഹത്തിലെ പ്രൊട്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റിയിൽ അവരുടെ പ്രവൃത്തികളെയും ജീവിത രീതികളെയും എല്ലാം നോക്കിക്കണ്ട രീതിയിൽ വ്യത്യാസം വന്നു. അതോടുകൂടിയാണ് വൊക്കേഷൻ എന്ന വാക്ക്, വിളി എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കോളിംഗ് മാത്രമല്ല, മറിച്ച് അതിലുപരി നമ്മൾ ചെയ്യുന്ന എല്ലാ സെക്യുലർ എന്ന് വിളിക്കുന്ന എല്ലാ ജീവിത തിരഞ്ഞെടുപ്പുകളെയും ഒരു വിളിയായി, ഒരു ദൈവവിളിയായിട്ട് കണക്കാക്കാം എന്ന ചിന്ത വന്നു. അപ്പം നമ്മൾ തിരുവചനം നോക്കുമ്പോൾ തന്നെ വാട്ട് എവർ യു ഡു, നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ സകലവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുക എന്ന ആശയത്തിൻ്റെ തിയോളജിക്കൽ ഫൗണ്ടേഷൻ ഇവിടെ ഈ സമൂഹത്തിൽ അവർ കടന്നുപോയ ആ
ഡോക്ടറിനായിട്ടുള്ള എൻഗേജ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് അവരുടെ സൊസൈറ്റിയിൽ, കമ്മ്യൂണിറ്റിയിൽ ഉളവാകാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് എല്ലാ കാര്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുകയും തങ്ങൾ ചെയ്യുന്നത് എല്ലാത്തിലൂടെ തങ്ങൾ ദൈവഹിതപ്രകാരം നിത്യതയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടവരാണ് എന്നതിൻ്റെ ഫലം കായ്ക്കണമെങ്കിൽ യു ഹാവ് ടു ബി പ്രോഫിറ്റബിൾ ഇൻ എവറിത്തിങ് ദാറ്റ് യു ഡു. അത് നിങ്ങൾ ഓൺടർപ്രണറായ ഒരു ബിസിനസ്സുകാരനായാലും ശരി, നിങ്ങളൊരു തൊഴിലാളി ആയാലും ശരി, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ് ഏറ്റവും വിശ്വസ്തയോടെ കാര്യവിചാരകന്മാരെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ യു വിൽ ബി പ്രോഫിറ്റബിൾ ഇൻ ഇറ്റ് എന്ന ബോധ്യം വന്നു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബിസിനസ്സുകാരെയും ബിസിനസ് ചെയ്യുന്ന അന്നത്തെ ഓൺടർപ്രണേഴ്സിനെയും തൊഴിലാളികളെയും ഒരുപോലെ ബാധിച്ചു. അപ്പോൾ മാക്സ് വെബർ പറയുന്നു, അതുവരെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ എക്കണോമിക് സൊസൈറ്റിക്ക് നഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. നഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായ, റിലയബിളായ, പങ്ക്ച്വലായ ഒരു ലേബർ ഫോഴ്സ് ഇല്ലായിരുന്നു. എല്ലാവരും തോന്നിയ പോലെയായിരുന്നു അവരുടെ ലേബർ ഫോഴ്സിൽ എൻഗേജ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ബോധ്യം വന്നപ്പോൾ, തങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കണം എന്ന ബോധ്യം ആ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോൾ, മോഡേൺ ക്യാപിറ്റലിസത്തിന് അനിവാര്യമായ എന്നാൽ ഫോഴ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്ത ഒന്നും വന്നു. എന്താണത്? റിലയബിളായ, ഓണസ്റ്റായ ഒരു പങ്ക്ച്വൽ ലേബർ. സബ്മിസീവ്ലി അവർ സ്വയം ഇഷ്ടപ്രകാരം ആ വാല്യൂസിനെ ഉൾക്കൊള്ളുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അന്നത്തെ റിഫോം ബിലീവേഴ്സിനിടയിൽ ലോകപരമായ ഒരു സക്സസ് അവരെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് കാണുകയും അതോടൊപ്പം തന്നെ വളരെ ലളിതമായ ഒരു ഫ്രൂഗൽ ലിവിങ്ങും അവരെ കൈക്കൊള്ളാൻ തുടങ്ങി. അപ്പോൾ അവർ നേട്ടങ്ങൾ കൈവരിക്കുന്നു, സമ്പത്ത് നേടുന്നു, പക്ഷേ ആഡംബരത്തോടെ ജീവിക്കുന്നതിന് പകരം ലളിതമായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന ബോധത്തിലേക്ക് വന്നു. ഈ ഒരു ചിന്തയിലൂടെ വന്നപ്പോഴാണ് അന്നത്തെ സമൂഹത്തിൽ ഈ പ്രൊട്ടസ്റ്റന്റ് റെഫോർമേഷൻ ഇമ്പാക്റ്റ് വന്ന സമൂഹത്തിൽ ഒരു വളരെ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക് ഇമ്പാക്റ്റ് കണ്ടത്. മറ്റു പലരും അവരുടെ ഏർണിങ്സ് ഗാംബ്ലിങ്ങും മറ്റ് യൂസ്ലെസ് എൻഡവേഴ്സിന് വേണ്ടി ചിലവാക്കിയപ്പോൾ പ്രൊട്ടസ്റ്റന്റ് റെഫോർമേഷൻ ഇമ്പാക്റ്റ് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ കണ്ടുവന്നത് ഒരു ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആറ്റിറ്റ്യൂഡായിരുന്നു. അവർ വളരെയധികം സേവ് ചെയ്യുന്നു, ഗാംബ്ലിങ്ങും അങ്ങനെ പോലത്തുള്ള യൂസ്ലെസ് എക്കണോമിക് കാര്യത്തെ ചിലവാക്കാതെ അവർ മാർക്കറ്റിലേക്ക്, സിസ്റ്റത്തിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റ് വളരെയധികം വളരാൻ തുടങ്ങി. ഇതിനാണ് ഞാൻ ആദ്യം ക്യാപിറ്റലിസത്തെ പറ്റി പറഞ്ഞത്. ക്യാപിറ്റലിസത്തിന് എപ്പോഴും വളർച്ച വരുന്നത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സായി നമ്മൾ ഓരോരുത്തരും മാർക്കറ്റിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസ് എപ്പോഴും വളർന്നിട്ടുള്ളത്. വെബർ മുന്നോട്ട് കാണിച്ച് പറഞ്ഞത്, ഇന്ന് ലോകം കാണുന്ന മോഡേൺ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു കീ കമ്പോണൻറ്റ് വെസ്റ്റിൽ നിന്നാണ് വന്നത്. ആ വെസ്റ്റിൽ മോഡേൺ ക്യാപിറ്റലിസം ഇത്ര സ്ട്രക്ചേർഡായിട്ട് നിൽക്കാനുള്ള കാരണം ഈ വാല്യൂസ്, റെഫോർമേഷൻ്റെ ഭാഗമായിട്ട് വന്ന വാല്യൂസ് സൊസൈറ്റിയിലെല്ലാം പടർന്നു പിടിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ സൊസൈറ്റീസൊക്കെ സെക്യുലർ ആയെങ്കിൽ പോലും ഇത് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാറി. ഇതിന് ഏറ്റവും വലിയ പ്രൂഫായിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് C.T. ജൊനാസൻ എന്ന സ്കോളർ. അദ്ദേഹം 1947 ഒരു സ്റ്റഡി നടത്തി. അദ്ദേഹം നോർവേ ആണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ നോർവേയിൽ ഈ റോമൻ കാത്തലിക് സഭയുടെ പ്രസൻസ് 100 വർഷമായിട്ടുണ്ട്. നോർവേയിൽ സയൻറ്റിഫിക് എൻ്റർപ്രൈസ്, ആ എൻലൈറ്റൻമെൻറ്ററേയും റെനസോൺസും സയൻറ്റിഫിക് എൻ്റർപ്രൈസും എല്ലാം അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് റെഫോർമേഷൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ റോമൻ കത്തോലിക്ക സഭ അതിനോട് തിരിച്ച് പ്രതികരിച്ചും റിയാക്ട് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അത്രയും നൂറ്റാണ്ടുകളായിട്ടിരുന്ന ആ നോർവേയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മോഡേൺ ക്യാപിറ്റലിസം ഇല്ലായിരുന്നു. പക്ഷേ 2 തലമുറ കൊണ്ട് റിഫോംഡ് പ്രൊട്ടസ്റ്റന്റ് ബിലീഫ് നോർവേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവിടുത്തെ എക്കണോമിക് സ്ട്രക്ചർ മാറി, ഒരു മോഡേൺ ക്യാപിറ്റലിസ്റ്റ് വണ്ടറായിട്ട് മാറി. സോ എന്താണ് ഇവിടുത്തെ ടേക്ക് അവേ? ഞാൻ ഈ എക്കോണമിയെ പറ്റി പറഞ്ഞു, ക്യാപിറ്റലിസ്റ്റ് പറഞ്ഞു. എന്താണ് ഇവിടുത്തെ ടേക്ക് അവേ? ടേക്ക് അവേ എന്നുള്ളത് ക്രിസ്ത്യൻ വാല്യൂസ് ലോകത്ത് എല്ലാ കാലത്തും സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. ആദ്യത്തെ ഹോസ്പിറ്റൽ വന്നത് ക്രിസ്ത്യൻ വാല്യൂസിൽ നിന്നാണ്. അഡോപ്ഷൻ എന്ന സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നത്, അഡോപ്ഷൻ സെൻറ്റേഴ്സ് എന്ന എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നത് ക്രിസ്ത്യൻ വാല്യൂസിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളിന്ന് കാണുന്ന മോഡേൺ സയൻസിൻ്റെ ഫൗണ്ടേഷനും ഡിറക്റ്റ് ക്രിസ്ത്യൻ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട്, അവർ ജസ്റ്റ് ക്രിസ്ത്യൻസ് ആയതുകൊണ്ടല്ല, മറിച്ച് ക്ലിയർ കൺവിക്ഷനുള്ള ക്രിസ്ത്യൻ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇന്ന് വിളിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ആയി നമ്മളെല്ലാവരും മുറുകെ പിടിക്കുന്ന വാല്യൂസ് തന്നെയാണ്. പക്ഷെ ചിന്തിക്കണം, ഈ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇമ്പാക്റ്റ് വന്നത് ഈ നമ്മളെപ്പോലെ തന്നെ സെയിം വാല്യൂസ് പിടിക്കുന്നവർ കൾച്ചറിനെയും സൊസൈറ്റിയെയും ഇമ്പാക്റ്റ് ചെയ്യാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ്. അവരുടെ സ്വകാര്യത നിന്നും ഇത് തന്നെ ഇമ്പാക്റ്റ് ആയതല്ല, അവർ ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ്. അപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ചോദ്യം, ഇതേ വാല്യൂസ്, ഇതേ തിരുവചനം, ഇതേ ബോധ്യം, ഇതേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുന്ന നമ്മൾ എത്ര പേർ, നമുക്ക് എന്തുമാത്രം നമ്മുടെ ചുറ്റുപാടുള്ള സൊസൈറ്റിയെ, നമ്മുടെ തിങ്കിങ് കൾച്ചറിനെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു? മറ്റ് ഡിനോമിനേഷൻസ്, പ്രസ്ബിറ്റേറിയൻ, ബാപ്റ്റിസ്റ്റ് ഡിനോമിനേഷൻസൊക്കെ ഒരു പക്ഷേ അവരുടെ ചരിത്രത്തിലുള്ള ഈ രീതിയിലുള്ള ഇമ്പാക്റ്റിനെ പറ്റി അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചെന്ന് വരാം. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നവോത്ഥാനത്തിൻ്റെ എഫക്റ്റ് നമ്മൾ പിന്നീട് കേൾക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെയൊക്കെ ബാപ്റ്റിസ്റ്റ് മിഷണറിമാർക്കും ഒക്കെ അവർക്ക് ചൂണ്ടിക്കാണിക്കാം, ഞങ്ങളുടെ പ്രൊട്ടസ്റ്റന്റ് ഹിസ്റ്ററി നോക്കൂ എന്ന്. ഒരു പെൻഡക്കോസ്റ്റൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ആ ഒരു ഹിസ്റ്ററി നമുക്കുണ്ടോ? ഇനി ഇല്ലെങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷം ആ ഒരു ഹിസ്റ്ററി കാർവ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ചുറ്റും കാണുന്ന കൾച്ചറിനെ തികച്ചും സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ മാത്രമല്ല,
മറ്റ് മനുഷ്യരെല്ലാം ഇമ്പാക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസിലും എക്കണോമിക് തിയറിയിലൂടെ തന്നെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയുമോ? അതിനുള്ള ഫൗണ്ടേഷൻ നമുക്ക് സ്ക്രിപ്ചർ ഡ്രിവൺ വാല്യൂസിലുണ്ട്. ലോകത്തെ എങ്ങനെ നോക്കിക്കാണണം, മനുഷ്യൻ ആരാണ്, മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, മനുഷ്യൻ എന്തിനാണുള്ളത്, അവൻ്റെ ഉദ്ദേശം എന്താണുള്ളത് എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തിരുവനന്തപുരത്തുള്ളപ്പോൾ ലോകത്തിലെ പല സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസും എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, ആർട്ട് ഇതെല്ലാം ഈ ചോദ്യങ്ങളെ ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ സ്പർശിക്കുന്നതാണ്. സോ ദ ചാലഞ്ച് ബിഫോർ അസ് ഈസ്, നമ്മൾ പ്രൊട്ടസ്റ്റന്റ് പെൻഡക്കോസ്റ്റൽ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ വി ഇമ്പാക്ട് അവർ സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്? ആ ചോദ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.